കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിട്ട താത്കാലിക ജീവനക്കാർക്ക് വീണ്ടും നിയമനം നൽകും. വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന 73 താത്കാലിക ജീവനക്കാരെയാണ് ഇന്നലെ പിരിച്ചുവിട്ടത്. അപ്രൈസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇവരെ നാളെ വീണ്ടും തിരിച്ചെടുക്കുകയാണ്. രേഖകൾ 24-ന് ലഭിച്ചു. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, പ്രധാനമായും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണോ ഇങ്ങനെ പിരിച്ചുവിട്ടവരെ തിരികെ എടുക്കുന്നത്? രേഖകളിൽ എന്താണ് പറയുന്നത്? അനുജ, തൊഴിൽ തേടി യുവാക്കളും യുവതികളും അടക്കം തെരുവിൽ ഇറങ്ങുമ്പോഴും തെരുവിൽ സമരങ്ങളടക്കം നടത്തുമ്പോഴുമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അഴിമതിക്ക് ഒരു കളമൊരുങ്ങുന്നത്. കൊല്ലം വിക്ടോറിയ ആശുപത്രിയിലാണ് താൽക്കാലിക ജീവനക്കാരെ, ഇന്നലെ പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ നാളെ വീണ്ടും പുനർനിയമിക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. 73 ജീവനക്കാരെയാണ് ഇത്തരത്തിൽ നിയമിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടക്കം സംസാരിക്കുമ്പോൾ ഈ HMCയുടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അപ്രൈസൽ കമ്മിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം എന്നുള്ളതാണ് ഇവരുടെ വാദം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇത്തരം നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വിടാത്തതെന്ന ചോദ്യത്തിന് ആശുപത്രി മാനേജ്മെന്റിന് കൃത്യമായ ഉത്തരമില്ല. അത് എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ECG ടെക്നീഷ്യനും കമ്പ്യൂട്ടർ ടെക്നീഷ്യനും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അടക്കമുള്ള സുപ്രധാന പോസ്റ്റിലേക്ക് അടക്കമാണ് ഇത്തരത്തിൽ നിയമനം നടത്തുന്നത്. ഈ 73 പേർ, അതായത് നേരത്തെ തന്നെ കരാറടിസ്ഥാനത്തിൽ നിയമിതരായ 73 പേർ കഴിഞ്ഞ 6-ലധികം വർഷമായി ഇതേ ജോലിയിൽ തന്നെ തുടരുന്നതാണ്. ഇവർക്ക് ഓരോ വർഷവും ഈ കരാർ പുതുക്കുമ്പോൾ പോലും പകരം ഒരാളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ പുതുതായി ഓപ്പൺ കോട്ടയിൽ നിന്ന് ആൾക്കാരെ ഉൾപ്പെടുത്താനോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിരവധി ആൾക്കാരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഒരേ വ്യക്തികൾ തന്നെ ഇങ്ങനെ തൊഴിൽ ചെയ്ത് തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധം യുവാക്കളുടെ ഇടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. തങ്ങൾ നേരത്തെ നടത്തിയ അതേ ചട്ടം തുടർന്നു പോകുന്നു എന്നതാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വിശദീകരണം. കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലാണിപ്പോൾ ഇത്തരത്തിൽ പിരിച്ചുവിട്ട ജീവനക്കാരെ അവർക്ക് തിരികെ നിയമനം നൽകിയിട്ടുള്ളത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നൽകുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം യുവജന സംഘടനകൾ ഉന്നയിക്കുന്നു.